Hello guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാ കുക്ക് ചെയ്യുന്നതെന്ന്. യു ആർ റോങ്. ഇന്ന് അരൂട്ടനാണ് കുക്ക് ചെയ്യുന്നത്. അരൂട്ടൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി ആയിരിക്കും. ബട്ട് അരൂട്ടൻ ഇവിടെ വന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഓൾവേസ് മൈ ഫേവറേറ്റ് ബിരിയാണി റെസിപ്പി. എന്താണെന്ന് എനിക്ക് റെസിപ്പി അറിയത്തില്ല. കാരണം അവൻ കുക്ക് ചെയ്യുമ്പം ഞാൻ അടുക്കളയിൽ കയറാറില്ല. അവൻ തന്നെ കുക്ക് ചെയ്ത് ഫുള്ള് നല്ല പ്ലേറ്റിലൊക്കെ ആക്കി സെറ്റാക്കി കഴിയുമ്പോൾ മാത്രമേ ഞാൻ ബിരിയാണി കാണാറുള്ളൂ. സോ ഐ തോട്ട് ഐ ഷെയർ ദിസ് റെസിപ്പി വിത്ത് യു. സോ ആൻഡ് ഐ ക്യാൻ ഓൾസോ സീ ദ റെസിപ്പി. സോ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. അപ്പോൾ അടുത്ത ബിരിയാണി ഉണ്ടാക്കാൻ റെഡിയല്ലേ? നമ്മളിപ്പം ഒരു പാൻ അടുപ്പയിലോട്ട് വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. നമ്മൾ ഉള്ളി ആ എണ്ണയിലോട്ട് ഒഴിച്ച് ചൂടായ എണ്ണയിലോട്ട് ഒഴിച്ച് അത് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് ഡീപ് ഫ്രൈ ആയി കിട്ടണം. ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ കുറേ സമയം ഇങ്ങനെ ഇളക്കി എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ്. എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യാനൊരു ക്ഷമയില്ല. ഇങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറായി. ഇനി കുറച്ചുകൂടെ എല്ലാം ഒരു ഗോൾഡൻ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എത്തുമ്പോൾ നമ്മളിത് ഊറ്റി മാറ്റി വെക്കും. ഉള്ളി നമ്മൾ നല്ലപോലെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി ലാസ്റ്റിലത്തേക്ക് ഉപയോഗം വരുള്ളൂ. എത്താം അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറ്റി അവിടെ അങ്ങനെ വെക്കാം. ഇപ്പം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി അതേ എണ്ണ തന്നെ നമ്മളിപ്പം ഈ ഒരു ഡീപ് ഫ്രൈ ചെയ്ത ഒനിയൻ ചെയ്ത എണ്ണയിൽ തന്നെ ബാക്കി ഉള്ളി ഇട്ട് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ കൈ ഒന്ന് പൊള്ളി. അപ്പോൾ ബാക്കി ഫുൾ ഉള്ളി ഇതിപ്പോൾ ഞങ്ങൾ 4 ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തേക്കുന്നത്, ചുവന്നുള്ളി. ഒരു ഉള്ളി ഡീപ് ഫ്രൈ ചെയ്ത് വെക്കുക, 3 ഉള്ളി മസാലയ്ക്കാക്കി വെക്കുക. അങ്ങനെയാണ് അരൂട്ടൻ പറഞ്ഞ കണക്ക്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഇത് നല്ലപോലെ ഡീപ് ഫ്രൈ ഒന്നും ആണ്ട, ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി. വേവിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചു. അപ്പോൾ കുറച്ച് നേരം ഒരു ചെറിയ ഫ്ലെയിമിൽ ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അരൂട്ടൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എവിടെ നേരത്തെ പഠിച്ചേ? ആരാ പറഞ്ഞത്? എന്നിട്ട് വായി നോക്കാൻ അപ്പോൾ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് ആക്കി എടുക്കണം. ഉള്ളി ഈ ഒരു കറക്റ്റ് നല്ലപോലെ വെന്ത് എന്നാൽ ഒത്തിരി മൊരിഞ്ഞിട്ടും ഇല്ലാത്തൊരു രീതിയിൽ എത്തിക്കണം. 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഞങ്ങളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടേക്കുന്നത് അത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ അരച്ച് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യും. അതിനുശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ അതുപോലെ പച്ചമുളകിൻ്റെ ഈ പച്ച മണമൊന്ന് മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മളിത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ മസാലകൾ, അതായത് ഒരു അര സ്പൂൺ ഇല്ല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾ, മുളക് പൊടി. ഞങ്ങളിത് യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 1/4 സ്പൂണ്. 1 സ്പൂണ് നിറച്ചുമില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഒരു 2 സ്പൂണ് ഗരം മസാല. അത്രയും മാത്രമേ മസാലകൾ വേണ്ടൂ. ഇനി അതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതും ആ ഒരു മണം മാറി മസാല കരിഞ്ഞു പോവാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക.
മസാല ചേർക്കാതിരിക്കുന്നത് നല്ല ബിരിയാണി. ഗരം മസാല മാത്രം ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല പച്ചമണമൊക്കെ മാറി ഏകദേശം നല്ല വഴന്നു വന്നിട്ടുണ്ട്. മസാല എല്ലാം ഉള്ളിയിലോട്ട് പിടിച്ചു. മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. മല്ലിയില അത്യാവശ്യം വേണം, മല്ലിയില എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം കുറച്ച് മിൻറ്റും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു. ഒരു 1.5 സ്പൂൺ തൈര് അതിൻ്റെ മുകളിലോട്ട് വെതറി ഇതുപോലെ ഇട്ട് കൊടുത്തു. ചെറുനാരങ്ങ നീര് അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്തു. ആദ്യം ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ആയിട്ട് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മളിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ചിക്കൻ അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് ഇനി ചിക്കൻ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം. ഓക്കെ, തെറ്റിപ്പോയി. മീഡിയം ഫ്ലെയിമിൽ ഇനി നമ്മളിത് ഇതൊരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ മസാല എല്ലായിടത്തും നല്ലപോലെ പിടിക്കും. ഈ ഒരു ഏകദേശം കുക്ക് ചെയ്ത സമയത്ത് ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതുപോലെ പൊടിച്ച് ഇതിൽ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചോ അടച്ചു വെക്കാതെയോ കുറച്ച് സമയം കൂടെ വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയം കൊണ്ട് നമ്മൾ അരി സെറ്റാക്കും. ചോറ് ബിരിയാണി റൈസ് സെറ്റാക്കാൻ പോവാണ്. മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. നമ്മളിപ്പോൾ അരി വെള്ളത്തിലിടാൻ പോവാണ്. നമ്മൾ ജീരകശാല റൈസ് കൈമ അരിയാണ് ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 3 ഗ്ലാസ് അരിയാണ്. 3 ഗ്ലാസ് അരി നല്ലപോലെ കഴുകി അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു 5 ലിറ്ററിൻ്റെ വലിയ കുക്കറാണ്. ആ കുക്കറിനകത്തോട്ട് കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നെയ്യ്, ഞങ്ങൾ യൂസ് ചെയ്യുന്ന നെയ്യ് ഏതാ? മിൽമയുടെ നെയ്യ് എടുത്തിട്ട്, മിൽമ എന്ന് പറഞ്ഞപ്പം ആരും ഓർമ്മ വന്നേ? ആർക്കേനെ മഞ്ജുഷേനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അപ്പം അതായത് മഞ്ജുഷേൻ്റെ അച്ഛന് മിൽമയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി കുറേ ഓസിന് പൊട്ടടിച്ചിട്ട് വന്നതാണ്. 3 ഗ്ലാസ് അരി എടുക്കുന്നതുകൊണ്ട് നമ്മളൊരു 3 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അരൂട്ടന് പിന്നെ കുറച്ച് ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ട് 3 സ്പൂൺ, ഒട്ടും കുറച്ചിട്ടില്ല, 3 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ ആ ഈ സ്റ്റാർ ഇതെല്ലാം കൂടെ നമ്മൾ ആ നെയ്യിലോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉള്ളിയും കൂടെ, ഒരു 2-3 കഷ്ണം ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടിയിൽ പിടിക്കാതെ പ്രത്യേകം സൂക്ഷിക്കണം.
നമ്മളിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 1, 2, 3, 4, 4.5 കപ്പ് വെള്ളം വേണം നമ്മളിവിടെ ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇനി കറക്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ മൂടി വെച്ച് തീ കൂട്ടി വെക്കുക. തീ കൂട്ടി വെച്ച് കറക്റ്റ് ഒരു വിസിൽ വരുമ്പോൾ തന്നെ പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ അരി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു അടുപ്പിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ വറുക്കാൻ പോവാണ്. അതുപോലെ കുറച്ച് ഉള്ളി നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഉള്ളി ഇട്ട് കൊടുത്തു. ഇത് നേരത്തെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നല്ല പോലെ മൂപ്പിച്ചു കൊടുക്കുക. ഉള്ളി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് മാറ്റി ഒരു പാത്രത്തിലോട്ട് വെക്കും. കറക്റ്റ് വേവായിട്ടുണ്ട്. നമ്മൾ നല്ല സെറ്റായ മസാലയിലോട്ട് ആ റൈസ് ആഡ് ചെയ്യും. ദമ്മിടുക വേണേൽ പറയാലോ. നമ്മൾ കുറച്ചൊരു റൈസ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വെച്ച് ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് തുടങ്ങും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് മിന്റ് ലീവ്സും കൂടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ദം ചെയ്യാൻ നമ്മൾ ഇത് വെക്കും. ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ അരൂട്ടൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അറിയിക്കണം എന്നെ എങ്ങനെയുണ്ട് എന്ന് ബിരിയാണി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു ലേറ്റർ. ബൈ.